സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗൗരവമുള്ള, രാഹുലിന് കുരുക്കായ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ലൈംഗിക ആരോപണ പരാതി, പീഡന പരാതി, ബലാത്സംഗ പരാതി, ഭ്രൂണഹത്യാ പരാതി എല്ലാം വരികയാണ്. കൃത്യമായി ആ പരാതി നൽകിയ യുവതിയുടെ പരാതി എന്ന് പറയുന്നത് വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായ മൂന്നാമത്തെ ബലാത്സംഗ പരാതി എന്ന് പറയുന്നത് പത്തനംതിട്ട സ്വദേശിയായ യുവതി എന്ന് മാത്രമാണ് നമുക്ക് പ്രാഥമികമായി അതിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ആ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു, ഒരുപക്ഷെ ഗർഭിണിയാകാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും കുഞ്ഞുണ്ടാകട്ടെ എന്നുള്ള തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അതിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനുശേഷം ഭ്രൂണഹത്യ നടത്താനുള്ള സമ്മർദ്ദം ചെലുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിനുള്ള തെളിവ് കൂടി ആ പരാതിയിലുണ്ട്. അതീവ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി ആ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. വളരെ കൃത്യമായ തെളിവുകളും പോലീസിന് ഈ പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഒരു ചാൻസും രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാനോ മാറി നിൽക്കാനോ കൗണ്ടർ പരാതി നൽകാനോ അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് വരുത്തി തീർക്കാനോ രാഹുലിനൊരു സമയവും, ഒരു നേരിയ സമയം പോലും പോലീസ് നൽകാതിരുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരു നീക്കം രാഹുൽ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളത്. പാലക്കാട് നഗരമധ്യത്തിൽ ഒരു ഹോട്ടലിൽ ഇങ്ങനെ എല്ലാം അടങ്ങി എന്നുള്ള തരത്തിൽ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പോലീസ് വളരെ കൃത്യമായ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിൽ ആണുള്ളത്. രാഹുലിനെ ഇന്ന് ഉച്ചയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് എന്തൊക്കെയാണ് ഈ കേസിന്റെ ഒരു ഏത് തരത്തിലുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ട്, പരാതി ഏത് ഗൗരവത്തിലുള്ളതാണ് എന്നുള്ള ഒരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിലാണ് വരിക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അവിടെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമുക്ക് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് തന്നെയാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അറസ്റ്റിന്റെ വഴി ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ലഭിച്ച ഒരു പരാതിയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കഴമ്പുള്ളതാണ്. രാഹുലിനെതിരെ കഴമ്പുള്ള ഒരു പരാതി വരുന്നു. അതിൽ തെളിവുകൾ കൂടി ആ യുവതി നൽകുന്നു. അതെല്ലാം പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രൈംബ്രാഞ്ചിന്റെ ടീമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തത വരാനുണ്ട്. എന്നാൽ പോലും അത് കൃത്യമായി പഠിക്കുകയും രാഹുൽ എവിടെയുണ്ട് എന്നുള്ളത് പോലീസ് ട്രേസ് ചെയ്യുകയും പോലീസ് രാഹുലിനെ നിരീക്ഷണത്തിൽ വെക്കുകയും രാഹുലിന്റെ ഓരോ നീക്കങ്ങളും പോലീസ് കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ നേരം രാത്രിയായി രാഹുൽ നേരെ പാലക്കാട്ടെ ഹോട്ടലിൽ, നേരത്തെ പറഞ്ഞതുപോലെ സാജിദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് രാഹുലിന് അവിടെ നിൽക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത്രയും കേസിൽപ്പെട്ട ഒരാൾ ഞങ്ങൾക്കൊപ്പം വേണ്ട എന്നുള്ളത് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ അവിടെ ഒരു ഹോട്ടലിലേക്ക് മാറുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ ഹോട്ടലിൽ 2 മുറിയാണ് ഉണ്ടാവാറ്. ഒന്ന് രാഹുലിന് താമസിക്കാൻ, ഒന്ന് രാഹുലിനൊപ്പമുള്ള ആളുകൾ താമസിക്കാൻ. അപ്പോൾ ഇന്ന് പുലർച്ചെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും നേരെ പോലീസ് സംഘം എത്തുന്നു. റിസപ്ഷനിലെത്തി നേരെ മഫ്റ്റിയിലുള്ള പോലീസ് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം രാത്രിയിൽ നേരെ ID കാർഡ് കാണിച്ച് ഞങ്ങൾ പോലീസാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മഫ്റ്റിയിലുള്ള പോലീസ് തന്നെയാകും. മഫ്റ്റിയിലെത്തിയ പ്രത്യേക ടീം, അതിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ടീം ഉണ്ടായിരുന്നു. അവർ ചെല്ലുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് സംഘമാണ് എന്ന് ഹോട്ടൽ ജീവനക്കാരോട് പറയുന്നു. നേരെ രാഹുലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു, തട്ടി വിളിക്കുന്നു. രാഹുലിനോട് ഇങ്ങനെ ഒരു കേസുണ്ട്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ്, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുലിനെ കൂട്ടി നേരെ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. അല്ലേ സാജിദ്? ഇങ്ങനെ തന്നെയല്ലേ രാഹുലിന്റെ കസ്റ്റഡിയിലെടുത്ത ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്?
മഹേഷ് 12 കൂടിയാണ് ഈ അന്വേഷണ സംഘം ഇങ്ങോട്ട് എത്തുന്നത്. 3 വാഹനങ്ങളിലായാണ് 8 ഉദ്യോഗസ്ഥർ എത്തുന്നത്. അതീവ രഹസ്യമായാണ് ഈ നീക്കം മൊത്തം നടത്തിയത്. ഇതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒളിവിൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് അത്തരമൊരു ചരിത്രം പോലീസിന് അറിയുകയും ചെയ്യാം. അങ്ങനെ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനാണ് വീരപരിവേഷത്തോടു കൂടി വന്നിറങ്ങുന്നത്. ഇന്ന് ഈ 3 ജീപ്പുകളായി യൂണിഫോം ധരിച്ചതും അല്ലാത്തതുമായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഒരു ജീപ്പ് നേരെ ഈ രാഹുൽ താമസിക്കുന്ന KPM ഹോട്ടലിനകത്തേക്ക് കയറുന്നു. മറ്റൊരു ജീപ്പ് നേരെ എതിർവശത്തുള്ള SBI ബാങ്കിന് മുന്നിൽ നിർത്തുന്നു. ഒരു ജീപ്പ് പ്രസ് ക്ലബിന് മുന്നിൽ നിർത്തുന്നു. അങ്ങനെ ഈ 3 പോലീസുകാർ ഇറങ്ങുന്നു. അതിൽ യൂണിഫോം ഇട്ട ഒരു പോലീസും മറ്റ് 2 പോലീസുകാരും ഉണ്ടായിരുന്നു. ഇവർ റിസപ്ഷനിലേക്ക് പോയി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണ്. റൂം നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നു. റൂം നമ്പർ 2ാം നിലയിലെ 2002 എന്ന റൂമിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത് എന്ന് പറയുന്നു. നേരെ ഈ സംഘം അങ്ങോട്ട് പോവുകയും വാതിൽ തട്ടി വിളിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നത് താങ്കൾക്കെതിരെ പുതിയൊരു പരാതി ഉണ്ടെന്നും ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം, അതിൽ കസ്റ്റഡിയിലെടുത്ത് ഈ കൊണ്ടുപോകണം, ഈ അതുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. രാഹുൽ നേരെ ഈ അന്വേഷണ സംഘത്തോടൊപ്പം പോകുന്നു. രാഹുലിന്റെ ഫോണും അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. പിന്നീട് നേരെ ഈ സേലം കൊച്ചി ഹൈവേയിലേക്ക് ഈ വാഹനം പോകുന്നു. അങ്ങനെ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് വാഹനം പോവുകയും അവസാനം പത്തനംതിട്ട എയർ ക്യാമ്പിൽ ഈ പുലർച്ചയോടുകൂടി എത്തുകയും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ ഒളിവിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പരാതി വന്ന് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ പരാതിയുടെ വിവരങ്ങളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കാതെ വളരെ രഹസ്യമായി നടത്തിയൊരു ഓപ്പറേഷനിലൂടെയാണ് അർദ്ധരാത്രിയിൽ ഇത്തരമൊരു അറസ്റ്റ് പോലീസിന് സാധിച്ചത് എന്നത് സംശയമില്ല. ഈ കേരളത്തിലെ 140 MLA-മാരിൽ ഒരു MLA ആണ് അർദ്ധരാത്രിയിൽ ഈ രീതിയിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. രാഹുലിനെതിരെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, അതോടൊപ്പം തന്നെ ഈ ഗർഭിണിയാക്കി പിന്നീട് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ്. നേരത്തെ വന്ന പരാതിയിൽ ഓഡിയോ ക്ലിപ്പിൽ നമുക്കറിയാം ഈ ഗർഭിണിയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നുണ്ട്. പിന്നീട് ഈ ഗർഭം അലസിപ്പിക്കാനും നിർബന്ധിക്കുന്നുണ്ട്. ഈ പരാതിയിലും സമാനമായ രീതിയിലാണ് ഗർഭിണിയാക്കണം, അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ മാത്രമേ വിവാഹം ചെയ്യാൻ ഈ വീട്ടുകാർ സമ്മതിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിർബന്ധിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു എന്നുള്ള പരാതിയാണ് ഇതിൽ ഉള്ളത്. ഇത് വളരെ ഗൗരവമായ സമാനമായ 3ാമത്തെ പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന 2 പരാതികളിലും ഈ മുൻകൂർ ജാമ്യം ലഭിക്കുകയും പിന്നീട് ആദ്യം മുൻകൂർ ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതിയിലെത്തി മുൻകൂർ ജാമ്യത്തിന്റെ വാദം നടക്കുന്നതിനിടെ നോട്ട് ടു അറസ്റ്റ്, അതായത് കോടതിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. അങ്ങനെ ഏറ്റവും അവസാനം കഴിഞ്ഞ ഈ മാസം 7-ാം തീയതി കോടതി ഈ കേസ് പരിഗണിക്കുക. അങ്ങനെ 21-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി വിധിച്ചതാണ്. അതിനിടയിലാണ് പുതിയ കേസ് വരുന്നത്. ആ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പോകാനോ ഒളിവിൽ പോകാനോ ഒരു അവസരം നൽകാതെ, അങ്ങനെ ഒരു പരാതി വന്ന വിവരം പോലും അറിയുന്നതിന് മുൻപ് MLA-യെ പോലീസ് പൂട്ടി എന്ന് വേണം പറയാൻ. മഹേഷ്, സാജിദ് അജ്മൽ കുറെ കൂടി വ്യക്തത വരുത്തുകയാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. 3 വാഹനത്തിലായി പോലീസ് സംഘം എത്തുന്നു. ഒരു വാഹനം നേരെ ഈ ഹോട്ടലിന് മുന്നിൽ, മറ്റൊരു വാഹനം പ്രസ് ക്ലബിന് മുന്നിൽ, മറ്റൊരു വാഹനത്തിൽ പോലീസ് സംഘം അവിടുത്തെ ഒരു ബാങ്ക്, അവിടെ SBI ബാങ്ക് അതിന് മുന്നിലായി നിൽക്കുന്നു. അപ്പോൾ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ രാഹുൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതും വേണ്ട എന്ന് കരുതി പോലീസ് കൃത്യമായിരുന്നു. പക്ഷേ ഈ പരാതി അതീവ ഗൗരവമുള്ള പരാതിയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. യുവതിയെ ആദ്യം സൗഹൃദം നടിക്കുന്നു, പരിചയപ്പെട്ടതിന് ശേഷം വിവാഹ വാഗ്ദാനം നൽകുന്നു. വിവാഹം ചെയ്യണമെങ്കിൽ ഗർഭിണിയാകണം, കുഞ്ഞുണ്ടാകണം എന്ന് രാഹുൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതിന് പിന്നാലെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഗർഭിണിയായി എന്ന് കണ്ടതിന് ശേഷം ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് കേസ്. അതിന് ഈ പരാതിയിൽ മറ്റൊരു പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായ തെളിവുകൾ, രാഹുലിനെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഈ പരാതിയോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചാൻസും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിൽ ലഭിക്കാതെ പോയത്. ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കണം
മൂന്നാമത്തെ സമാനമായ രാഹുലിനെതിരെയുള്ള പരാതിയാണ്. ആദ്യ 2 പരാതികളിലും ഇതിനു മുൻപ് വന്ന പരാതിയിലും അതിജീവിതയുടെ പരാതി നമുക്ക് ഓർമ്മയുണ്ട്. അതിലും ഇതേപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം കുഞ്ഞുണ്ടായാലേ വിവാഹം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുകയാണ് അന്നും ഉണ്ടായത്. ആ കേസ് നടക്കുകയാണ്. പക്ഷേ അപ്പോഴും സമാന സ്വഭാവമുള്ള പരാതി സമൂഹത്തിൽ മാതൃകയാകേണ്ട, പുതുതലമുറക്ക് മാതൃകയാകേണ്ട, യുവതലമുറയിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഒരു MLA ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നു. യുവതികൾ ഇങ്ങനെ നിരന്തരം പരാതി നൽകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി മുന്നിലുള്ളത് അഴികൾ തന്നെയാണ് എന്ന് കേരള സമൂഹം കരുതുകയാണ്. കാരണം